എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങൾ വളരെ പെട്ടെന്ന് എങ്ങനെ തിളക്കമുള്ളതാക്കി മാറ്റാം എന്നുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരച്ചധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 1-2 സംഭവങ്ങൾ വെച്ച് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ വിളക്ക്, കിണ്ടി, ഉരുളി, പ്ലേറ്റ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ആരംഭിക്കാം. അതിന് മുന്നേ വിളക്കിൽ എണ്ണയുണ്ട്. അപ്പോൾ എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതൊരു തുണി വെച്ച് നന്നായിട്ട് തുടച്ച് കളയണം. പിന്നെ ഈ പ്ലേറ്റ് കണ്ടില്ലേ, ഈ പ്ലേറ്റിൽ നല്ല ഡിസൈനുകളുണ്ട്. അതുപോലെ കൽപ്പൂര തട്ടിലും അതെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസൈനുകളുടെ ഇടയിൽ നന്നായിട്ട് അഴുക്കിയിരിക്കും. അപ്പോൾ നമ്മളൊരു ബ്രഷ് വെച്ച് വേണം നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ആഡ് ചെയ്യണം. ഉപ്പുപൊടിയുടെ അളവ് നമ്മളുടെ ആവശ്യാനുസരണമാണ്. അതായത് നമ്മൾ എത്ര പാത്രം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ഉപ്പ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു 2 സ്പൂണൊക്കെ ബേക്കിംഗ് സോഡ നമുക്ക് ആവശ്യം വരും. പിന്നീട് നമ്മുടെ പാത്രത്തിനനുസരിച്ച് അത് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇത് 2 ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ആവശ്യമാണ്. അതായത് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കണം. ഇപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തവർക്ക് വിനീഗർ ആയാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങയാണ് ആഡ് ചെയ്യണത്. കട്ട് ചെയ്ത് 2 ചെറുനാരങ്ങയും നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിൽ, അതായത് എല്ലാവിടെയും നനഞ്ഞ് ഇരിക്കണ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനൊരു വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്കിത് വെള്ളമൊക്കെ കറക്റ്റായി നല്ല നനവായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെറിയ നാരങ്ങയാണ് എടുക്കണതെങ്കിൽ അത് 2 എണ്ണം എടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഒത്തിരി അമർത്തി തേച്ച് പിടിപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാത്തുമേക്കും അപ്ലൈ ചെയ്യാണ്. ഇനി ഡിസൈനുള്ള പാത്രങ്ങൾ, അതുപോലെ നമുക്ക് വിരലുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഉപ്പിൻ്റെ മിക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് മുങ്ങത്തക്ക രീതിയിൽ കിടക്കാനുള്ള ഒരു പാത്രമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിന് ചെറിയൊരു നിലവിളക്കും കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ അത് കൊള്ളണം. അതിനായിട്ട് ഞാൻ ആ നിലവിളക്കൊന്ന് ഊരി മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അതിനായിട്ട് വേറൊരു പാത്രത്തിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് ബാക്കി വന്നിട്ടുണ്ട്. ആ ഉപ്പും ഞാനിതിൽ ആഡ് ചെയ്യാണ്. ആ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുന്നത്. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം കോൽപ്പുളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൽപ്പുളി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അലിയിച്ചെടുക്കണം. അതും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്. കോൽപ്പുളി ഇത്തിരി ഉണങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വല്പം നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ അലിയിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഈ പാത്രങ്ങളെല്ലാം മുങ്ങത്തക്ക രീതിയിൽ ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഈ പാത്രങ്ങൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. എങ്കിലാണ് എല്ലാവിടേക്കും നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് വെളുത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അതിനനുസരിച്ചുള്ള പാത്രം വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം.
ഇതിപ്പോൾ ഗ്യാസുമേ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് തിളയ്ക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം നമ്മളുടെ വേറെ ജോലികളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ടുണ്ടാവും. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുപ്പിൽ നമ്മൾ ചോറൊക്കെ വെച്ച് എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇതിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കും. അപ്പം പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കണ സമയത്ത് ഇത് തിളച്ച് കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ അത് നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുത്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും ചെയ്യാം. അപ്പോൾ ഏത് രീതി ആയാലും നമുക്ക് ഇത് നന്നായിട്ട് നല്ല തിളക്കത്തോടെ നമുക്ക് കിട്ടണതായിരിക്കും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റിന് ശേഷം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇറക്കി വെച്ചതാണ്. ഇപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ തഴക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുവിധം എല്ലാതും ഇത് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ആ കർപ്പൂരത്തട്ടിൽ മാത്രം സ്വല്പം കൂടെ അതിൻ്റെ ഇടുക്കിലൊക്കെ സ്വല്പം ചെളിയുണ്ട്. അപ്പോൾ നമ്മളത് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അതപ്പം തന്നെ അതിൻ്റെ ഈ ചൂടോടെ തന്നെ അതിൻ്റെ ചെളിയൊക്കെ ഇളകിപ്പോയിക്കോളും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം ഇത് നല്ല കളർ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്. നമുക്കിത് ഉരച്ച് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കിങ്ങനെ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയാം. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.